പെരുമഴക്കാലത്ത് യാത്രകളുടെ പെരുമഴയാണ് മർക്കസ് നോൾ സിറ്റിയിലെ ഫുത്തൂഹ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഒരുക്കുന്നത്. ഇത്തവണ ഒരുപാട് രാജ്യങ്ങളിലേക്ക് വിവിധ കാലങ്ങളിലായിക്കൊണ്ടുള്ള യാത്രകളാണ് ഒരുക്കുന്നത്. യാത്രകളുടെ സ്ഥലങ്ങളുടെ പ്ലാനുകളുടെ എല്ലാം വിശദ വിവരങ്ങളെല്ലാം നമുക്ക് അറിയാം. ഈ വരുന്ന മാസങ്ങളിൽ ഒരുപാട് യാത്രകളാണ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ നാട്ടിലേക്കാണ് പ്രധാനമായും യാത്രകൾ ആവിഷ്കരിക്കുന്നത്? ഫുത്തൂഹ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കീഴിൽ അടുത്ത 4 മാസത്തേക്കുള്ള യാത്രകൾ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആദ്യമായി ഓഗസ്റ്റ് മാസത്തിലുള്ള യാത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റബിയുൽ അവലിന് മുന്നോടിയായിട്ട് ഒരാഴ്ചക്കാലം മൊറോക്കോയിലേക്കുള്ള യാത്രയാണ്. മൊറോക്കോയിലേക്ക് 7 ദിവസത്തെ യാത്ര. കസാബ്ലാങ്ക, മറാക്കേഷ്, ഫാസ്, ഷഫ്ഷാവുഡ്, തത്തുവാൻ, മെക്കനസ്, റബാത്ത് തുടങ്ങിയ നഗരങ്ങളിലൂടെയുള്ള യാത്രയാണ്. അവിടുത്തെ ചരിത്രങ്ങളും അതുപോലെ ഒരുപാട് നയനമനോഹരമായ കാഴ്ചകളിലൂടെയുള്ള ഒരു യാത്രയാണ് മൊറോക്കോയിൽ നമ്മൾ ഒരുക്കുന്നത്. ഏകദേശം ഓഗസ്റ്റ് 12-നോ 13-നോ പുറപ്പെടുന്നൊരു യാത്രയാണ്. ഒപ്പം ഓഗസ്റ്റ് അവസാന വാരം ഓണം വെക്കേഷനിൽ മലേഷ്യയിലേക്ക് ഒരു 4 ദിവസത്തെ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഫാമിലി ട്രിപ്പാണ്. വളരെ ചുരുങ്ങിയ ചെലവിൽ ഫാമിലികൾക്കും മറ്റും പോകാനുള്ള ഒരു ടൂർ പാക്കേജാണ് മലേഷ്യയിലേക്ക് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. സെപ്റ്റംബർ ഫസ്റ്റ് വാരം ചൈനയിലെ ഷാങ്ഹായ്, ബീജിംഗ് തുടങ്ങിയ 2 നഗരത്തിലേക്കുള്ള ഒരാഴ്ചത്തെ യാത്ര സെപ്റ്റംബർ ആദ്യ വാരത്തിലുണ്ട്. ചൈനയിലുള്ള ഗോങ്സു, ബീജിംഗ് പോലെയുള്ള ഏറ്റവും വലിയ നഗരങ്ങളിലൊരു നഗരമാണ് ഷാങ്ഹായ്. ഷാങ്ഹായിൽ 3 ദിവസവും 3 ദിവസം ബീജിങ്ങിലേക്കായിട്ടുള്ള 7 ദിവസത്തെ ഒരു യാത്രയാണ്. ബീജിങ്ങിലെ ചരിത്രപ്രസിദ്ധമായ വൻമതിലും അതുപോലെ ടിയാൻമെൻ സ്ക്വയറും തുടങ്ങി ചരിത്രപ്രസിദ്ധമായ ഒരുപാട് കാഴ്ചകളിലൂടെയുള്ള 7 ദിവസത്തെ യാത്ര. സെപ്റ്റംബർ ലാസ്റ്റ് വാരം നമ്മുടെ ഒരു ഐക്കോണിക് യാത്രയാണ് തുർക്കിഷ് യാത്ര എന്നുള്ളത്. തുർക്കി യാത്ര എന്നുള്ളത് ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ്. തുർക്കിയിലേക്ക് നല്ലൊരു ടൂർ ടീമിനെ കിട്ടാതെ തേടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന പല ആളുകളും കണ്ടിട്ടുണ്ട്. കാരണം തുർക്കിയോളം സമ്പന്നമായ യാത്രാപ്രേമികൾക്ക് തുർക്കിയോളം ഇഷ്ടപ്പെട്ട മറ്റൊരു ഡെസ്റ്റിനേഷൻ ഇല്ല എന്ന് പറയാം. ചരിത്രവും അതുപോലെ കാഴ്ചകൾ കൊണ്ട് അതിസമ്പന്നമായ ഒരു നാടാണ് തുർക്കി എന്നുള്ളത്. തുർക്കിയിലുള്ള അങ്കാറ ആവട്ടെ, ഇസ്തംബൂൾ ആവട്ടെ, കപ്പഡോക്യ ആവട്ടെ, കുശാദശി ആവട്ടെ, ബുർസ ആവട്ടെ തുടങ്ങി ഏതും ഭൗമിക പ്രതിഭാസം കൊണ്ടും നയനമനോഹരമായ കാഴ്ചകൾ കൊണ്ടും ചരിത്ര സമ്പന്നത കൊണ്ടും ഭക്ഷണ രുചിക്കൂട്ടുകൾ കൊണ്ടും മനോഹരമാണ്. തുർക്കിയിലേക്ക് നമ്മൾ 8 ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്യുന്നത്. അത് കൊച്ചിയിൽ നിന്ന് പോയി കൊച്ചിയിലേക്ക് മടങ്ങി വരുന്ന രൂപത്തിലുള്ള ഒരു ഒമാൻ എയറിൻ്റെ പാക്കേജാണ് 8 ദിവസത്തെ. അതിൽ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, ശേഷം ഒക്ടോബറിൽ ഏതെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഒക്ടോബറിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഓർമ്മ ഉറൂസിൻ്റെ ഭാഗമായിട്ട് ഒക്ടോബറിൽ ഇൻഷാ അല്ലാഹ് ഇറാഖ് യാത്ര. ഇറാഖ് എന്നുള്ളത് ബഗ്ദാദും നജഫും കർബലയും കൂഫയും അതുപോലെ ഉമ്മു അബീദൊക്കെ അടങ്ങുന്ന വലിയ ഒരുപാട് റിഫായി ഷെയ്ഖ്, മുഹീദ്ദീൻ ഷെയ്ഖ്, ജുനൈദുൽ ബഗ്ദാദി, സിരി സഖത്തി, ഇമാം അബു ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു, അങ്ങനെ അഹ്ലു ബൈത്തിൻ്റെയും ലോക തസവൂഫിൻ്റെ നേതാക്കന്മാരുടെയും കർമ്മശാസ്ത്ര നേതാക്കന്മാരുടെയും തുടങ്ങി ഒട്ടനധികം മഹത്തുക്കളാൽ സമ്പന്നമായ ഇറാഖിലേക്കുള്ള ഒരു 7 ദിവസത്തെ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഒക്ടോബർ ആദ്യ വാരമാണ്. ഇതിൽ ചരിത്രം, സാംസ്കാരികം, ആത്മീയം എന്നതിനപ്പുറം വാണിജ്യപരമായിട്ടുള്ള സാധ്യതകളൊന്ന് പറയാമോ? ബിസിനസ്സുകാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ് ഒക്ടോബർ 3rd വീക്കിൽ നടക്കാൻ പോകുന്ന കാൻഡൺ ഫെയർ ബേസ്ഡ് ഒരു ചൈന ട്രിപ്പ്. ഇൻഷാ അല്ലാഹ് അത് ഗോങ്സു, ബീജിംഗ് 2 നഗരങ്ങളെ ഉൾക്കൊള്ളിച്ച് ഒപ്പം കാൻഡൺ ഫെയറിൻ്റെ ഫേസ് 2 വിസിറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് ചൈന ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് പക്ക ബിസിനസ്സുകാർക്കും അല്ലാത്തവർക്കും ജോയിൻ ചെയ്യാം. ബിസിനസ്സുകാർക്ക് ഒന്നുകൂടെ അവരുടെ ബിസിനസ്സിൻ്റെ വ്യാപനത്തിന് വേണ്ടിയും പുതിയ ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ അത് സഹായിക്കും. ഇനി പുതിയൊരു ബിസിനസ് തുടങ്ങണം, അതിന് പുതിയ ഐഡിയാസ് വേണമെന്ന് താല്പര്യപ്പെടുന്നവർക്കും കാൻഡൺ ഫെയർ വലിയൊരു മാർഗം തുറന്നു കൊടുക്കും. ഇപ്പോൾ നിരവധി കേരളത്തിന് പുറമെ നിന്ന് ഒരുപാട് ആളുകൾ കാൻഡൺ ഫെയർ വിസിറ്റ് ചെയ്ത് അതിൽ നിന്നും ഒരു ഇൻസ്പയറായി ഒരുപാട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സ്റ്റോറീസ് നമുക്ക് യൂട്യൂബിലും മറ്റും കാണാൻ കഴിയും. അത് വലിയ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒരു ഇടമായിട്ട് ഒരു ഓപ്പൺ മാർക്കറ്റായി കാൻഡൺ ഫെയർ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചൈന ട്രിപ്പ് ഒക്ടോബർ 2nd വീക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നവംബർ ആദ്യ വാരം വീണ്ടും മൊറോക്കോയിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. എന്നാൽ ഇത് യാത്രകളുടെ സവിശേഷത എന്തൊക്കെയാണ്? മെയിനായിട്ട് ഒരു കമ്മ്യൂണിറ്റി നെറ്റ്വർക്കിംഗ് ഇവിടെ സാധ്യമാവും. അപ്പോൾ അവർക്കിടയിൽ തന്നെ ബിസിനസ് അതുപോലെ ഡെവലപ്മെൻറ്റ് ആ ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ ഇടയിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഏതൊക്കെ നാട്ടുകാർ ഇതിലുണ്ടാവാറുണ്ട്? പൊതുവെ മർക്കസിൻ്റെ ഒരു വലിയൊരു ബ്രോഡർ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒട്ടുമിക്ക സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവുകയും അതുപോലെ
അവർ തമ്മിലുള്ള ഒരു ബിസിനസ് ബന്ധങ്ങളൊക്കെ സാധാരണ നമ്മുടെ യാത്രയ്ക്ക് ശേഷം സാധ്യമാകുന്ന ഒരു രൂപമുണ്ട്. അപ്പോൾ പുറത്ത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യതകൾ എങ്ങനെ? ഏത് യാത്രയിലും വിദേശത്ത് നിന്നുള്ള ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മുടെ ഐറ്റിനറിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ സ്ഥിരമായി കൊണ്ട് ഫുത്തൂഹിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മറ്റ് യാത്രകൾ ഏതൊക്കെയാണ്? മെയിനായിട്ട് നമ്മൾ ഉംറ എല്ലാ മാസവും ഇവിടുന്ന് പുറപ്പെടുന്നതാണ്. അതൊരു നല്ലൊരു ടീമാകുമ്പോൾ ഇവിടുന്ന് എല്ലാ മാസവും ജാമിഉൽ ഫുത്തൂഹിൽ നിന്നും പുറപ്പെടുന്ന രൂപത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മക്കയിലും മദീനയിലൊക്കെ ആയിട്ട് 15 ദിവസത്തെ ഒരു യാത്രയാണ്. ഒപ്പം നമ്മൾ കസ്റ്റമൈസ്ഡ് യാത്രകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഏതൊരു മലയാളിയുടെയും ഒരു ഇഷ്ട ലക്ഷ്യസ്ഥാനമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് യാത്ര ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ അവരുടെ ഫ്ലൈറ്റ് യാത്രയും അവർക്ക് ലക്ഷദ്വീപ് പെർമിറ്റ്, അവിടെ 3 ദിവസം മുതൽ 4 ദിവസം വരെ നിൽക്കാനുള്ള യാത്ര ഐറ്റിനറി, മറ്റു ദ്വീപുകൾ അഗത്തി, തിണ്ണക്കര, ബംഗാരം പോലെയുള്ള ദ്വീപുകൾ വിസിറ്റ് ചെയ്യാനും ഇനി കവരത്തി പോലെയുള്ള ദ്വീപുകളിലേക്ക് എക്സ്ട്രാ പോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ തുടങ്ങിയ കസ്റ്റമൈസ് യാത്രകൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ ബംഗാൾ ഉൾക്കടലിൽ കിടക്കുന്ന അന്തമാൻ ദ്വീപിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് അങ്ങനെയാകാം. കാശ്മീർ, പഹൽഗാം, ഗുൽമാർഗ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇതൊക്കെ കസ്റ്റമൈസ്ഡ് യാത്രകളാണ്. ചെറിയ ഗ്രൂപ്പുകൾ, 2-3 ഗ്രൂപ്പുകൾ, 4 ആളുകളൊക്കെ അടങ്ങുന്ന ഒരു ഫാമിലിക്കൊക്കെ ഒന്ന് മാത്രം പോകണം എന്നുള്ളവർക്ക് വളരെ കസ്റ്റമൈസ്ഡ് യാത്രകൾ ചെയ്തു കൊടുക്കാൻ പറ്റും. യാത്ര കാഴ്ചകൾ മാത്രമല്ല, വലിയൊരു അനുഭവം കൂടിയാണ്. ആ നല്ല അനുഭവങ്ങൾ ലഭിക്കാൻ മുന്നിൽ നിൽക്കുന്നവരും നന്നായിരിക്കേണ്ടതുണ്ട്. ഫുത്തൂഹ് ടൂർസ് ആൻഡ് ട്രാവൽസ് നൽകുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഹൃദ്യമായിരിക്കും.